UDFിന്റെ പരാതിക്ക് പിന്നാലെ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചു. അവസാനം പരിഗണിക്കാമെന്നാണ് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ ആസ്തി വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മറച്ചുവെച്ചെന്നാണ് പരാതി. അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, എന്തായാലും 200 കോടിയിലധികം വില വരുന്ന ആ ബംഗ്ലാവിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആസ്തി വിവരത്തിൽ ഇല്ല എന്നതായിരുന്നു പരാതി. എന്തായാലും അത് പരിഗണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ സത്യവാങ്മൂലത്തിൽ ആസ്തി വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. കർണാടകയിലെ അദ്ദേഹത്തിന്റെ വീട് അത് ഈ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കാതെയാണ് അദ്ദേഹം സത്യവാങ്മൂലം നൽകിയത് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. 1.7 ഏക്കറിലുള്ള വസതിക്ക് 200 കോടി രൂപ വില വരും. ഈ വീട് ആസ്തിയിൽ മറച്ചുവെച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം BJPയുടെ നിയമം സ്ഥാനാർത്ഥിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നൽകിയത് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ തന്നെ നികുതി അടച്ചതിന്റെ രേഖകളും ഇന്നലെ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. എന്തായാലും റിട്ടേണിംഗ് ഓഫീസർ ഈ പരാതി ഗുരുതരമായി തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക അത് പരിശോധനയ്ക്ക് എടുത്തപ്പോൾ ഇതിൽ കൂടുതൽ പരിശോധന വേണം, അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ പരിശോധിക്കുകയും അതിലെ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യുക. ഇത് അദ്ദേഹത്തിന്റെ അയോഗ്യനാക്കുക, ആ തരത്തിലുള്ള കടുത്ത നടപടിയിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലെങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ ഇതൊരു ഗൗരവ സ്വഭാവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് കേസാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷമായിരിക്കും അതിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുക. അതേസമയത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്ന നിലയ്ക്ക് ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ UDFനും LDFനും കഴിയും. എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഈ വിശദാംശങ്ങൾ, അതായത് ഈ ആസ്തി വിവരങ്ങളിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് മറച്ചുവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം. ഇത് സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, റിട്ടേണിംഗ് ഓഫീസർ ഇത് ഗൗരവമായി കാണുന്നു. അതിന്റെ വിശദാംശങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിക്കും. റിട്ടേണിംഗ് ഓഫീസർ അത് സൂക്ഷ്മമായി പരിശോധിക്കും. ആ വിഷയം എന്തായാലും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കുകയും ചെയ്യുകയാണ്.